അമാവാസി ദിവസങ്ങളിൽ നിലവിളിച്ച ഒരു കൂനമ്മാവ്. കോഴിക്കോട് സ്കൂളിന്റെ നിഗൂഢത കാണാം. ഒരു നാൾ ഒരിടത്തൊരിടത്ത്. കേരളത്തിലെ തന്നെ ഏറ്റവും ദുരൂഹത നിറഞ്ഞ ഒരു സത്യകഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഒരു ചെറിയ ഗ്രാമം, അവിടെ കുന്നമംഗലം എന്ന സ്ഥലത്തേക്ക്. അവിടെ സ്ഥിതി ചെയ്തിരുന്ന ഒരു സ്കൂൾ പറമ്പ്, പകലിൽ കുട്ടികളുടെ ചിരിയും കളിയും നിറഞ്ഞ ഒരു വിശാലമായ സ്ഥലം. പക്ഷേ ഈ സ്ഥലം രാത്രിയാകുമ്പോൾ അവിടെ തനിച്ചു നിൽക്കാൻ പോലും ആരും തയ്യാറാകാറില്ല. അതിഭയാനകമായിരുന്നു അവിടെ കേൾക്കുന്ന ചില നിലവിളികൾ. നിലാവ് ചിതറുന്ന നിഴലുകൾ, കാറ്റിൽ പോലും കടുപ്പമുണ്ടാക്കിയ ആ അമ്പരിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ. അതൊരു കൂനമ്മാവിൻ്റെ കീഴിലായിരുന്നു. വളരെ പഴക്കമുള്ള ഒരു വൃക്ഷം. ഒരിക്കൽ ഒരു കുട്ടി പറഞ്ഞു, സാറേ, ആ മരത്തിൻ്റെ സമീപം രാത്രി വഴിയിലൂടെ പോകുമ്പോൾ ആരോ നിലവിളിക്കുന്നുണ്ടായിരുന്നു. പലരും ആദ്യം ഈ കഥ വിശ്വസിച്ചില്ല. പക്ഷെ പിന്നീട് ഒരു 2 ആഴ്ചക്കുള്ളിൽ അതേ വൃക്ഷത്തിന് സമീപം വെച്ചുള്ള ക്ലാസ് മുറിയിൽ പഠിപ്പിക്കാൻ വന്ന അധ്യാപകനും ആ ക്ലാസ്സിലെ കുട്ടികളും ബോധരഹിതരാകുകയും ഒരു ദിവസം മുഴുവൻ ക്ഷീണത്തിലും കഴിഞ്ഞു എന്നും പറയപ്പെടുന്നു. അവരെ ഏതോ അദൃശ്യ ശക്തി ഉറക്കിക്കിടത്തിയതാണെന്നും അവർക്കെല്ലാം അന്ന് രാത്രിയിൽ അവരുടെ സ്വപ്നത്തിൽ തുടുത്ത കണ്ണുകളുള്ള ഒരു രൂപം ആക്രമിക്കാൻ വരുന്നതായും അനുഭവപ്പെട്ടിരുന്നതായും അവർ സാക്ഷ്യപ്പെടുത്തുന്നു. കഥകൾ പലതും പ്രചരിക്കാൻ തുടങ്ങിയതോടെ ഒടുവിൽ സ്കൂളിൻ്റെ CCTV അങ്ങനെ പരിശോധിക്കുകയാണ്. രാത്രി 2:44 മരത്തിന് ചുറ്റും വെളിച്ചമില്ലാത്ത സമയത്ത് ഒരു കറുത്ത നിഴൽ മുന്നോട്ടും പിന്നോട്ടും നടക്കുന്നതായി കണ്ടു. നടന്നത് അത്രമേൽ സ്ഥിരതയോടെ, എന്നാൽ അത്രമേൽ മാനുഷികമല്ലാത്ത ഒരു രീതിയിൽ. അതോടെ കോഴിക്കോട് നഗരം മുഴുവൻ ആ വാർത്ത പരന്നു. ആ സ്കൂളിനോട് ചേർന്ന് നിൽക്കുന്ന മരത്തിൽ എന്തോ ഒന്നുണ്ട്. രാത്രിയാകുമ്പോൾ ആ മരത്തിൽ നിന്നും ആരൊക്കെയോ നിലവിളിക്കുന്നു, അലർച്ചകൾ കേൾക്കുന്നു. അങ്ങനെ ഒരു തന്ത്രിയെ വിളിച്ചു വരുത്തി പൂജകൾ നടത്തി. എന്നാൽ സ്ഥിതിക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല. പിന്നീട് മരം വെട്ട് തൊഴിലാളികളെ വിളിച്ച് മരം മുറിച്ചു നിൽക്കാൻ നാട്ടുകാരും സ്കൂൾ അധികൃതരും തീരുമാനിക്കുകയാണ്. പക്ഷേ അതിന് ശ്രമിച്ച ആദ്യത്തെ തൊഴിലാളിക്ക് മരത്തിൽ കയറും മുൻപ് തന്നെ ദേഹാസ്വസ്ഥ്യം പിടിപെട്ടു. കൂടെ വന്നവർ തെല്ലൊന്ന് ഭയന്നു. അങ്ങനെ മരം മുറിക്കുന്നതിൽ നിന്നും മറ്റു തൊഴിലാളികളും പിന്മാറി. ദേഹാസ്വസ്ഥ്യം വന്ന തൊഴിലാളി ശേഷം തളർവാദം പിടിപെട്ട് കിടപ്പിലായി. മരം മുറിക്കാൻ തീരുമാനമെടുത്ത പലരും ഇത് കണ്ട് ഭയപ്പെട്ടു. പലരും പല വഴിപാടുകളും ഏലസുകളും വരെ കെട്ടിത്തുടങ്ങി. മരത്തിനോട് ചേർന്ന ആ ക്ലാസ് റൂം സ്കൂൾ അധികൃതർ ഉപയോഗിക്കുന്നത് അതോടെ നിർത്തി. പിന്നീട് ആ വഴി രാത്രി ആരും സഞ്ചരിക്കാൻ പോകാതെയായി. എന്നാൽ അവസാനം ഈ മരത്തിനെക്കുറിച്ച് പഠിക്കുവാൻ ചിലർ അവിടെ എത്തി. അവർ പറയുന്നത്, വർഷങ്ങൾ പഴക്കമുള്ള ഈ കൂറ്റൻ മാവ് ഒരുപാട് ചില്ലകളാൽ മൂടപ്പെട്ടതാണ്. രാത്രിയിലെ ശാന്തതയിൽ ചില്ലകളിൽ നിന്നും അമർന്നുയരുന്ന ചില ശബ്ദങ്ങളാണ് അലർച്ചകളായി നാട്ടുകാർക്ക് അനുഭവപ്പെടുന്നത്. കൂടാതെ ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട കാട്ടുകോഴി അല്ലെങ്കിൽ കാലൻ കോഴി എന്നൊക്കെ പഴമക്കാർ പറയുന്ന ഒരു പക്ഷിയുടെ കേന്ദ്രം കൂടിയാണ് ഈ പല മരച്ചില്ലകളും. ഇവർ ചില രാത്രികളിൽ മരച്ചില്ലകൾ കാറ്റിലാടുമ്പോൾ ഉറക്കെ കരയുന്നു. അതൊരുതരം മനുഷ്യന്റെ അലർച്ചകൾ പോലെ തന്നെ അനുഭവപ്പെടുന്നു. ഇതിൽ പേടിക്കേണ്ട കാര്യങ്ങൾ ഒന്നുമില്ലെന്ന് അവർ അഭിപ്രായപ്പെട്ടു. അതിനു പുറമെ സംഭവിച്ച ഈ കാര്യങ്ങളെല്ലാം ഇതുമായി ബന്ധിപ്പിച്ച് നിങ്ങൾ തന്നെ ചില കഥകൾ കണ്ടെത്തി പേടിക്കുന്നതാണെന്നും പറഞ്ഞ് അവർ അവിടെ നിന്നും മടങ്ങി. ഒടുവിൽ മരത്തെ വെട്ടി നീക്കം ചെയ്തു. അങ്ങനെ അലർച്ചകളും ശബ്ദങ്ങളുമെല്ലാം ശാന്തതയിലേക്ക് എത്തിച്ചേർന്നു. ഇതൊക്കെയാണെങ്കിലും ഇന്നും ആ സ്ഥലത്ത് ആരും രാത്രി അതുവഴി സഞ്ചരിക്കാറില്ല. ചിലർക്ക് ഇതൊരു കെട്ടുകഥയാകാം, എങ്കിലും അത് കണ്ട് അനുഭവിച്ചവർക്ക് അതൊരു ഭയത്തിൽ കുരുങ്ങിയ യാഥാർത്ഥ്യമായിരുന്നു. ഇതൊരു കഥയല്ല, ഇത് കോഴിക്കോട് നഗരത്തിൽ ഒരു സ്കൂളിനോട് ചേർന്ന് നടന്ന ഒരു യഥാർത്ഥ സംഭവമാണ്. സ്കൂളിൻ്റെ പേര് ഇവിടെ ഞങ്ങൾ പറയാത്തത് കുട്ടികൾ ഈ വീഡിയോ കണ്ടാൽ ഒരുപക്ഷെ ഭയം മൂലം ആ സ്കൂളിൽ പോകാൻ മടി കാണിക്കുമോ എന്ന് ഓർത്തിട്ട് മാത്രമാണ്. നിങ്ങൾ ഒരിക്കൽ കോഴിക്കോട് കുന്ദമംഗലത്തിൽ പോയാൽ ഈ പറഞ്ഞതെല്ലാം അവിടെ നിന്നും കേട്ട് മനസ്സിലാക്കാം. ആ വൃക്ഷം ഇപ്പോൾ അവിടെ ഇല്ലെങ്കിലും അതിൻ്റെ നിഴൽ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ അത് ചലിക്കുന്നതും നിങ്ങൾക്ക് കാണാം.